സോഷ്യൽ സ്പോട്ട്ലൈറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോകാസ്റ്റിനേഷൻ എന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നതിനെയാണ് പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഈ പ്രോകാസ്റ്റിനേഷനുള്ള ചില കാരണങ്ങൾ എന്ന് നോക്കാം. ഒന്ന്, ഫിയർ ഓഫ് ഫെയിലിയർ, ഞാൻ തോറ്റു പോകുമോ എന്നുള്ള പേടി, അതൊരു കാര്യമാണ്. പിന്നെ പെർഫെക്ഷനിസം, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ദി ബെസ്റ്റ് ആയിരിക്കണം എന്നൊരു ചിന്ത. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതായത് ഇത് ഇല്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നാളത്തേക്കാവാം എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ ഇല്ലാതെ അത് എത്തിപ്പിടിക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഫാക്ടർ കാണിക്കാതിരിക്കുക. ആൻഡ് ഓവർവിൽഡ്, അതായത് എന്തിനോടും നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കും. ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനിത് ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ പിന്നീട് ശ്രമിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. ഈസ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി വെക്കാറുണ്ട്. ഇത്രയും റീസൺസ് കൊണ്ടാണ് ശരിക്കും പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ആൻഡ് ഇത് പരിഹരിക്കാനുള്ള മറ്റു ടെക്നിക്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് സ്പോട്ട്ലൈറ്റ് ടുഡേ. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.